ഉണ്ട് ഞങ്ങൾക്ക് റേഷൻ കാർഡില്ലേ, അതിനകത്ത് അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വരത്തില്ല. പോയിന്റ്. പാവം നമ്മുടെ രേണുസുതി ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി റേഷൻ കടയെ സമീപിച്ച് അവിടെ നിന്നുള്ള റേഷനും പഞ്ചസാരയും റേഷൻ കടയിൽ ഇപ്പൊ പഞ്ചസാര കിട്ടുന്നുണ്ടോ? എനിക്കറിയാൻ പാടില്ല. ഏതായാലും രേണു ഇപ്പൊ രേണുവിന്റെ ദാരിദ്ര്യം വന്ന് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് തൊട്ടു മുമ്പേ, ദാരിദ്ര്യം വിളമ്പുന്നതിന് തൊട്ടു മുമ്പേ രേണുവിന്റെ പൊങ്ങച്ചം വിളമ്പുന്നുണ്ട്. ഈ പൊങ്ങച്ചം കേട്ടിട്ട് നമുക്ക് ദാരിദ്ര്യത്തിലോട്ട് വരാം. അതാണല്ലോ അതിന്റെ ശരി. അപ്പൊ രേണുസുതി തന്നെയാണ് നമ്മുടെ വിഷയം. രേണുസുതി റസൽ കൈമിൽ നിന്നും കുട്ടിയും പറിച്ചുകൊണ്ടല്ല പെട്ടിയും പെറുക്കിക്കൊണ്ട് വന്നതിന് ശേഷം പുള്ളിക്കാരി മറ്റൊരു ഷോർട്ട് ഫിലിമോ ആഡ് ഫിലിമോ എന്തൊരു ഒരു പുല്ലിന്റെ സാമാനം തുടങ്ങിയിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും നിന്ന വഴിക്കും നടന്ന വഴിക്കും ഒക്കെ ഓൺലൈൻ മീഡിയാസ് എടുത്ത സാമാനങ്ങളാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് രേണുവിന്റെ പൊങ്ങച്ചം കാണാം, അതിനുശേഷം ദാരിദ്ര്യത്തിലോട്ട് പോവാം. അതാണല്ലോ അതിന്റെ ശരി. നമുക്ക് അങ്ങനെയാണല്ലോ, ഒരാള് കൂപ്പുന്നാണല്ലോ നമുക്ക് ഇഷ്ടം. അപ്പൊ നമുക്ക് ആദ്യം, എല്ലാ ആൾക്കാരും ഇല്ല കേട്ടോ, ചില ആൾക്കാർ ആദ്യം നമുക്ക് അങ്ങനൊന്നും ഇല്ല കേട്ടോ, ആദ്യം നമുക്ക് രേണുവിന്റെ പൊങ്ങച്ചം കണ്ടോളാം. തീർച്ചയായിട്ടും സബ് തുടങ്ങി കഴിഞ്ഞിട്ടാണ് കോസ്റ്റ് അതും മൊത്തം ഡ്രസ് ആണെങ്കിലും ഓർണമെന്റ്സ് ആണെങ്കിലും കോസ്റ്റ്ലി. അതെ സുഹൃത്തുക്കളെ, നിങ്ങളത് കേൾക്കുക. രേണു കംപ്ലീറ്റ്ലി കോസ്റ്റ്ലി ആണ് പറയുന്നത്, ഹൈലി എക്സ്പെൻസീവ് ആണ് രേണു എന്നാണ് രേണു പറയുന്നത്. രേണുവിന്റെ വസ്ത്രമായാലും രേണുവിന്റെ ആഭരണങ്ങളായാലും രേണുവിന്റെ ചെരുപ്പ് ഉൾപ്പെടെ വെരി കോസ്റ്റ്ലി. 30,000 രൂപയുടെ ചെരുപ്പാണ് രേണു ഉപയോഗിക്കുന്നതാണ് രേണുവിനകത്ത് അഭിസംബോധന ചെയ്യുന്നത്. അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ രേണു പറയുന്നത് സബ് തുടങ്ങിയ പിന്നെ രേണു ഭയങ്കര കോസ്റ്റ്ലി ആണ്. സബിനകത്ത് പൈസ വരുന്നുണ്ടല്ലോ, അപ്പൊ നമുക്ക് കോസ്റ്റ്ലി ആകും, കുഴപ്പമില്ല. അപ്പൊ രേണു ഇപ്പോ ഹൈലി എക്സ്പെൻസീവ് ആണെന്നാണ് രേണു പറയുന്നത്. നേരത്തെ ഒരു കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു മാണിക് കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു രേണുസുതിക്ക്, രേഷ്മ തങ്കച്ചിന്, നമ്മുടെ രേഷുവിന്. അപ്പൊ ഇപ്പോ ആ കാലഘട്ടം മാറി, പുള്ളിക്കാരി രൂപം മാറി, ആള് മാറി, പേര് മാറി, അല്ല പേര് മാത്രം മാറില്ല, ബാക്കി എല്ലാം മാറി ഇപ്പോ കിടിലുമായിട്ട് പൊക്കോണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ പുള്ളിക്കാരിയുടെ മറ്റു ചില പൊങ്ങച്ചങ്ങളൂടെ നമുക്ക് കേൾക്കാം. ഫുൾ പൊങ്ങച്ചങ്ങളുടെ മേളമാണ് ഈ ഒരു വീഡിയോക്ക്. നമ്മൾ ബാക്കി പൊങ്ങച്ചം കാണാം. ഫസ്റ്റ് ഒരു അനാഥാലയത്തിൽ ചെന്ന്, ഞങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് അനാഥാലയത്തിൽ ചെന്ന്, അവർക്ക് നമ്മൾ ഫുഡ് മേടിച്ച് കൊടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അതിന് വേണ്ടിയിട്ട് കുറച്ച് പൈസ അവർക്ക് ഡൊണേറ്റ് ചെയ്യും. അവർക്കുള്ള എന്താ ചോദ്യം എന്താണെന്നറിയാവോ? അതായത് സബ്സ്ക്രിപ്ഷനിൽ നിന്ന് ലഭിക്കുന്ന പൈസ കിട്ടിക്കഴിഞ്ഞാൽ രേണു ചേച്ചി എന്ത് ചെയ്യും? രേണു ചേച്ചി നമ്മുടെ അപ്പുറത്തൊരു അനാഥാലയം ഉണ്ട്, അവിടുത്തെ പാവപ്പെട്ട നിർധനരായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കും. എന്റെ പൊന്നു കൊച്ചെ, അവർക്കൊന്നും മേടിച്ച് ഫുഡ് കൊടുത്തേക്കില്ലേ? നിങ്ങൾ മാന്യമായിട്ട് അന്തസ്സോടെ ഉണ്ടാക്കുന്ന പൈസയിൽ അവർക്ക് മേടിച്ചു കൊടുക്കും. ഈ പണം നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നതാണെന്ന് നിങ്ങൾക്ക് സമ്പൂർണ്ണ ബോധ്യം വേണം. ഇപ്പൊ കുറെ പേര് പറയും പാവം ജീവിച്ചോട്ടെ. പാവത്തിന്റെ സാമ്പത്തികത്തിന്റെ കൊന്തളിപ്പും സാമ്പത്തിക ഇല്ലായ്മയും എല്ലാം ഞാൻ പറയാം. അതായത് പുള്ളിക്കാരി ഇപ്പൊ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ AC ഉണ്ടോ? പിന്നെ നമ്മുടെ വീട്ടിൽ AC ഒക്കെ ഉണ്ട്. ഒരു എക്സാമ്പിൾ കേട്ടോ, നമ്മുടെ വീട്ടിൽ AC ഒക്കെ ഉണ്ട്. നമ്മൾ ചൂടത്ത് ഇങ്ങനെ ചില്ലാന്ന് തണുത്ത് കിടക്കും. പക്ഷെ കറണ്ട് ബില്ല് അടയ്ക്കാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ ഒരു സെറ്റപ്പിലാണ് രേണു പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ താനുണ്ടോ? പിന്നെ നമ്മുടെ വീട്ടിൽ വലിയൊരു ആനയെടുപ്പുണ്ടോ? ആനയുടെ തലയെടുപ്പ്, അതാണ് തലയെടുപ്പ്. പക്ഷെ ചങ്ങനെ മേടിക്കാൻ നമ്മുടെ പൈസ ഇല്ല. ഈ ഒരു സെറ്റപ്പിലാണ് രേണു പറയുന്നത്. സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടിയ പണം കൊണ്ട് രേണു എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോ രേണു പറയുന്നു, രേണു ഒരു അനാഥാലയത്തിന് അവിടുത്തെ കുട്ടികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ അനാഥരായിട്ടുള്ള ആളുകൾക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു കൊടുക്കും. നമുക്ക് ആഹാരം മേടിച്ചു കൊടുക്കാൻ പറ്റുമോ അറിയത്തില്ല, ഏതായാലും അവർക്കുള്ള ആഹാരം സ്പോൺസർ ചെയ്യും. നല്ലതാ. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ പറ്റിയ ഒരു സാധനമാണ്. പക്ഷെ ഈ പാപങ്ങളൊന്നും ആ പിള്ളേരുടെ തലക്കോട്ട് പോയി ഇരിക്കാതെ നമ്മളൊന്ന് നോക്കിക്കളഞ്ഞാൽ നല്ലതായിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ വിഷം ഉണ്ടാക്കുന്ന ഒരു കമ്പനി, ഇവർ ഈ വിഷം ഉണ്ടാക്കിയിട്ട് ഈ വിഷം എന്താ കൊല്ലാൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഉറുമ്പിനെ കൊല്ലുന്ന വിഷമാണെന്ന് വിചാരിക്കുക. ഉറുമ്പിനെ കൊല്ലുന്ന വിഷം ഈ കമ്പനി ഉണ്ടാക്കിയിട്ട് ഇപ്പുറത്ത് വന്നിട്ട് ഈ ഉറുമ്പുകൾക്കെല്ലാം സദ്യ കൊടുക്കുന്ന ഒരു സെറ്റപ്പാണ് രേണുവോട് ചെയ്യുന്നത്. അതായത് പിള്ളേരെ വഴി തെറ്റിക്കുന്ന കുറെ സബ് തുടങ്ങി വെച്ചിട്ട് ആ പിള്ളേർക്ക് വേണ്ടി സ്പോൺസർ ചെയ്യും. എന്നിട്ട് ആ പിള്ളേരോട് പറയും, മക്കളെ ഞാനാ നിങ്ങൾക്ക് ഖാന സ്പോൺസർ ഞാനാണ്. സോ നിങ്ങൾ എല്ലാവരും 159 രൂപ കൊടുത്തിട്ട് എന്റെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല ചേച്ചിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ തരാൻ പറ്റുമോ എന്ന് പറയും. മനസ്സിലായോ? അത് അനാഥാലയത്തിന് വേണ്ടിയിട്ട് ഡൊണേറ്റ് ചെയ്യും. അതല്ലാണ്ട് കുറച്ച് പൈസ അവരുടെ കൊടുത്തിട്ട് പറയും ഇത് അവർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാൻ പറയും. ഫുൾ അനാഥാലയത്തിന് കൊടുക്കുക. പാവപ്പെട്ട സ്ത്രീ 2 പിള്ളേരെ നോക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു എന്തിനൊരു വയറിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി രേണു നമ്മൾ ആദ്യം തുടക്കത്തിൽ കാണിച്ചില്ലേ, ഏതാ രേണു റേഷൻ കടയിൽ നിന്നുള്ള അരിയും പഞ്ചാരിയാണ് മേടിക്കുന്നത്. അത് കണ്ടിട്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഉണ്ട് ഞങ്ങൾക്ക് റേഷൻ കാർഡില്ലേ, അതിനകത്ത് അരിയുണ്ട്, പഞ്ചസാരയുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അതൊന്നും പുറത്തൊന്നും മേടിക്കേണ്ട വരത്തില്ല. പോയിന്റ്. അധികം ഒന്നും മേടിക്കേണ്ട പൈസ കൊടുത്ത് നമുക്ക് റേഷനരിയൊക്കെ തന്നെയാണ് നമുക്ക് ഇഷ്ടം. നമുക്ക് ഏറ്റവും എനിക്ക് തന്നെ ദാരിദ്ര്യരേഖയ്ക്ക് ഏറ്റവും താഴ്ന്ന കാർഡ് മഞ്ഞക്കാർഡ്, അങ്ങനെ തന്നെ പറയാം. മഞ്ഞക്കാർഡ് ഉള്ളതുകൊണ്ട് നമുക്ക് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടും.
അങ്ങനെ തന്നെ പറയണം. ഈ രേണു എങ്ങനെയാണ് മഞ്ഞക്കാർഡിന് എലിജിബിൾ ആകുന്നത്? എനിക്ക് ആ സെറ്റപ്പ് മനസ്സിലായില്ല. ഒന്നാമത്തെ കേസ്, ഇപ്പൊ റേഷൻ കടയിൽ നിന്ന് പഞ്ചസാര ഉണ്ടോന്ന് എനിക്കറിയത്തില്ല. എന്റെ മഞ്ഞക്കാർഡല്ല, എനിക്ക് പഞ്ചസാര കിട്ടാറില്ല. ഇപ്പൊ പഞ്ചസാര ഇല്ലെന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ രേണു ഇത് ഏത് വർഷത്തെ കഥയായി പറയുന്നതെന്ന് അറിയത്തില്ല. രണ്ടാമത്തെ കേസ്, ഈ മഞ്ഞക്കാർഡിന് കുറച്ച് എലിജിബിലിറ്റീസ് ഉണ്ട്, കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ഇത്ര സ്ക്വയർ ഫീറ്റിന് താഴെ വീടുള്ളവർക്ക് മഞ്ഞക്കാർഡ് കിട്ടില്ല. എനിക്ക് തോന്നുന്നു വാർത്ത വീടുള്ളവർക്ക് കിട്ടില്ല ഉണ്ടെന്ന് തോന്നുന്നു. സ്വന്തമായി കാർ ഉള്ളവർക്ക് മഞ്ഞക്കാർഡ് കിട്ടില്ല. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് ഈ മഞ്ഞക്കാർഡ് കൊടുക്കുന്നത്. രേണുവിന് ഏത് വകുപ്പിലാണ് രേണു ഈ മഞ്ഞക്കാർഡ് കിട്ടിയതും റേഷൻ കാർഡിൽ നിന്ന് ഫ്രീ ആയിട്ട് അരിയും പഞ്ചാരയും കിട്ടുന്നു? എനിക്കത് മനസ്സിലാകുന്നില്ല. സബ്സ്ക്രിപ്ഷനിൽ നിന്ന് കിട്ടുന്ന പൈസ പുള്ളിക്കാരി എന്തിനു മുടക്കുന്നു? ചാരിറ്റിക്ക് വേണ്ടി മുടക്കാൻ വരെ തയ്യാറാണ്. അപ്പൊ ചാരിറ്റിക്ക് വേണ്ടി ഞാൻ മറ്റൊരുത്തനെ സഹായിക്കണമെങ്കിൽ എന്റെ ആവശ്യത്തിനപ്പുറം എന്റെ കയ്യിൽ പണം വരുമ്പോൾ, സർപ്ലസ് ആയിട്ട് പണം വരുമ്പോഴാണ് ഞാൻ മറ്റൊരുത്തനെ സഹായിക്കുന്നത്. അത്രയ്ക്ക് സമ്പന്നനായ ഒരു ആള് എങ്ങനെയാണ് BPL കാർഡിലേക്ക് വരുന്നത്? ബിലോ പോവർട്ടി ലൈൻ കാർഡ് എങ്ങനെയാണ് കിട്ടുന്നത്? രേണുവിന്റെ പല്ല് ശരിയാക്കാൻ 4.5 ലക്ഷം രൂപ. രേണു ഇപ്പൊ മേടിച്ച സ്വിഫ്റ്റ് കാറ്, ഈ രേണു സ്വന്തമായിട്ട് താമസിക്കുന്ന വീട്, ഇഷ്ടം പോലെ വർക്ക്, വേറെ കുറച്ച് പൊങ്ങച്ച കഥകളൂടെ ഞാൻ കേൾപ്പിക്കാം. ഇതൊന്നും നിങ്ങൾ മൈൻഡ് വെച്ചോ. പുള്ളിക്കാരിക്ക് യെല്ലോ കാർഡാണ്, മഞ്ഞക്കാർഡാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കാർഡിലാണ് പുള്ളിക്കാരി ഫ്രീ ആയിട്ട് പച്ചരിയും പഞ്ചാരയും മേടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ രേണുവിന്റെ ഒരു മാസ വരുമാനം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? രേണു തന്നെ പറയുന്നത് കാണിക്കാം. രേണുവിന് പല തരത്തിലുള്ള വരുമാന സ്രോതസ്സുകളാണ് രേണുവിന് പ്രധാനമായിട്ടുള്ളത്. ആൽബം ഷൂട്ട് ഒരു സ്രോതസ്, സബ്സ്ക്രിപ്ഷൻ മറ്റൊരു സ്രോതസ്, പരസ്യങ്ങൾ മറ്റൊരു സ്രോതസ്. ഇങ്ങനെ ഒരു സ്രോതസ്സിൽ നിന്ന് കിട്ടുന്ന ഒരു സാധനം നമുക്കൊന്ന് കേൾക്കാം. ഒരു രേണുസുതി ഒരു അക്കൗണ്ട് തുടങ്ങി, ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി, സബ്സ്ക്രിപ്ഷൻ 3 ലക്ഷം വരുമാനമായി. 3 ലക്ഷം വരുമാനമായി. ഇനി കുറച്ച് കഴിയുമ്പോൾ 3 ലക്ഷം വരുമാനമായി മാസം. ഒന്നും കൂടെ കേൾക്കാം. 3 ലക്ഷം വരുമാനമായി മാസം 3 ലക്ഷം വരുമാനം തന്നെ ആള് പറയുന്നത്. അക്കൗണ്ട് തുടങ്ങി, ഇൻസ്റ്റഗ്രാമിൽ തുടങ്ങി, സബ്സ്ക്രിപ്ഷൻ 3 ലക്ഷം വരുമാനമായി. ഇനി കുറച്ച് കഴിയുമ്പോൾ 5 ലക്ഷം. ഈ 3 ലക്ഷം മാസം വരുമാനമുള്ള ആൾ എങ്ങനെയാണ് ദാരിദ്ര്യരേഖയ്ക്ക് താഴെ വരുന്നത്? ഈ 3 ലക്ഷം രൂപ മാസ വരുമാനം എന്ന് പറയുമ്പോഴത്തേനും ഒരു വർഷത്തേക്ക് നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3 ലക്ഷം 1, 2, 3, 4, 5 കറക്റ്റ് അല്ലേ? 3 ലക്ഷം ഇൻറ്റു 12 36 ലക്ഷം ഒരു മാസം വരുമാനമുള്ള ആളാണോ സാമ്പത്തിക ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉള്ള ആളായിട്ട് വരുന്നത്? ആ ടെക്നോളജി എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അത് മാത്രമല്ല, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ആൾ ഉപയോഗിക്കുന്ന ചെരുപ്പ് നിങ്ങൾക്ക് കാണണോ? നിങ്ങൾക്ക് കാണുമോ ചെരുപ്പ്? ഞാൻ കാണിച്ചു തരാം. ഇവര് തന്നെ പുറത്തുനിന്ന് കൊണ്ടുവന്നാണ്. അതിന്റെ വില 35,000 രൂപ. 35,000 രൂപ ചെരുപ്പ്. ഇടുമ്പോ മിനിമം അത്രയൊക്കെ ഇടണ്ടേ? ഇപ്പൊ 35,000 രൂപയുടെ ചെരുപ്പ് രേണുസുതി ഇടുമ്പോ മിനിമം അത്രയെങ്കിലും ഇടണ്ടേ? ഇവിടെ ഏത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരാണ് 35,000 രൂപയുടെ ചെരുപ്പ് ഇടുന്നത്? ഏത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്കാണ് BPL കാർഡ്, മഞ്ഞക്കാർഡ് കിട്ടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല രേണുസുതി എന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്ന അപരാധങ്ങൾ എന്നുള്ളത്. ഇനി രേണുസുതിയുടെ മറ്റൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇപ്പൊ രേണുസുതിയുടെ പുതിയൊരു ആൽബം വരും. ഇപ്പൊ ഇവരുടെ യൂണിവേഴ്സിൽ ഇതാണല്ലോ ആൽബം. എന്റെയൊക്കെ കാലത്ത് മറ്റേ സുന്ദരീവ അതൊക്കെയായിരുന്നു ആൽബം. ഇപ്പോഴത്തെ ആൽബങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇപ്പോഴത്തെ ആൽബങ്ങൾ. ഓക്കെ, രേണുവിന്റെ പുതിയ ആൽബം ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശേഷം കൂടെ നമുക്ക് കണ്ടിട്ട് നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരിച്ചു തരാം. മറ്റേ നാടൻ രീതിയിലുള്ള അങ്ങനത്തെ ഒരു ആൽബം അല്ല ഇത്. ഇത് കുറച്ച് മോഡേൺ ഡ്രസ്സുകളൊക്കെയാണ് ചെയ്യുന്നത്. ഞങ്ങൾ തന്നെ എല്ലാം അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളായിരുന്നു. ഇത്രയും നാള് പുള്ളിക്കാരി ചെയ്ത നാടൻ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുള്ള ആൽബങ്ങളായിരുന്നു. ഈ ആൽബം വ്യത്യസ്തമാണ്, മോഡേൺ വസ്ത്രങ്ങളാണ്, വ്യത്യസ്തമായ ആൽബമാണ്. പക്ഷെ സ്ഥിരം കണ്ടുവരുന്ന ഒരുത്തനെ പ്രേമിക്കുന്നു, മറ്റൊരുത്തനെ കാണുമ്പോൾ അവന്റെ കൂടെ പോകുന്നു, അല്ലെങ്കിൽ എടുത്ത് പൊക്കുന്നു, കറക്കുന്നു, ഉമ്മ വെക്കുന്നു. അതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ? സഭ്യമായ ഒരു ആൽബം താങ്കളിൽ നിന്ന് കാണാൻ എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. അതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു കേട്ടോ. ഇപ്പൊ വസ്ത്രം മാറുന്ന ഈ കാര്യമില്ലല്ലോ, നമ്മുടെ സ്വഭാവം മാറണ്ടേ? ഇപ്പൊ നമ്മള് വളരെ ശുദ്ധമായ മദ്യം എടുത്തിട്ട് ഒരു പേട്ട് കുപ്പിയിലും വെക്കാം, ഒരു നല്ല കുപ്പിയിലും വെക്കാം. ഇത് മറ്റേ കുപ്പിയിലല്ലല്ലോ, അകത്ത് മദ്യത്തിലല്ലേ കാര്യം. എങ്ങനെയാണേലും അത് വിഷം തന്നെ അല്ലേ? അല്ലേ? ആണ്. കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ മേക്കപ്പ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്യുന്നത്. നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു നമ്മളിവിടെ വന്നു. ഈച്ചയ്ക്ക് പോലും സഹിച്ചില്ല. രേണു വന്നാൽ മതി എന്ന് പറഞ്ഞു. രേണു ചെന്നപ്പോഴേ രേണുവിന് ആൽബത്തിലേക്ക് അഭിനയിക്കാനുള്ള ഒരു അവസരം കിട്ടി. അങ്ങനെ രേണു പുതിയൊരു ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് മാത്രമല്ല, രേണുവിനെ തളയ്ക്കണം. നമുക്ക് രേണുവിനെ തളച്ചിടാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ പ്രേതങ്ങളുടെ കാലില് തലയിൽ ആണി ഇടിക്കും. ഇപ്പൊ കാലിൽ ഒരു സുന ഇടും. അപ്പം ഞാൻ കാണിച്ചു തരാം. ഒരു കാലിൽ മാത്രം വളയിട്ടേക്കണം. വളയല്ലടാ, തളയാ. എത്ര രൂപ വില? 4 സ്ട്രീം കോടികൾ വരുമോ? ഡയറക്ടറിന്റെ വൈഫ് വന്നതാ. തളയോ?
ഡയറക്ടറിന്റെ ഇവര് ഷൂട്ട് ചെയ്യുന്ന ഡയറക്ടറിന്റെ വൈഫ് കൊടുത്ത കാലിലിടാൻ തള അവിടെങ്ങാനും കൊണ്ട് തളച്ചിട. അതിന്റെ അപ്പുറത്ത് ചങ്ങല വല്ലതും ഉണ്ടായിരുന്നോ? അവിടെ എവിടെയെങ്കിലും തളച്ചിടാൻ കൊടുത്താന്ന് തോന്നുന്നു. ഇനിയെങ്കിലും ഈ സാധനത്തിന് നറുതി വരട്ടെ. നിന്നെ മറ്റേ മൂക്കിക്കയറിടുന്ന പോലെ കാലിൽ തളയിട്ട് പെടുത്തി എന്ന് പറഞ്ഞാണോ എന്നറിയത്തില്ല. ഏതിനെ തളയൊക്കെ ഇട്ടുകൊണ്ട് നടപ്പുണ്ട്. അവര് കൊടുത്ത ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് രേണു നടപ്പുണ്ട്. രേണു ഇങ്ങനെ മുഖമൊക്കെ പൊത്തി പബ്ലിക്കിൽ സെലിബ്രേറ്റ് പോകുന്നതൊക്കെ നമ്മൾ കണ്ടായിരുന്നു. കണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, സൂപ്പറായിരുന്നു. ഒരു കാര്യം കാല് ഡയറക്ടറിന്റെ വൈഫ് വന്നു. ഡയറക്ടറിന്റെ വൈഫ് തന്നെ, ഡയറക്ടർ തന്നെയാണെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഡയറക്ടറിന്റെ വൈഫ് കൊടുത്തതാണ് പുള്ളിക്കാരനെ തളച്ചിടാൻ. ഇനിയെങ്കിലും നിന്റെ ഒന്ന് നിർത്ത്, ഇത് നമ്മൾ തളച്ചിട്ടു എന്ന് കാണിക്കാനാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. ഇതൊക്കെയാണ് രേണുവിന്റെ പുതിയ വിശേഷങ്ങൾ. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്ത കാര്യം ഏത് റേഷൻ കടയിൽ നിന്നാണ് രേണുവിന് പഞ്ചസാര കിട്ടുന്നതെന്നുള്ളതും അതുപോലെ തന്നെ രേണു എങ്ങനെയാണ് BPL കാർഡിലേക്ക് എത്തിപ്പെട്ടതെന്നും എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ രേണുവിനെതിരെ പുതിയ കംപ്ലൈന്റ് വരാനുള്ള പരിപാടിയായി കേട്ടോ. നമ്മള് അർഹതപ്പെട്ട ആളല്ലാതെ മറ്റൊരാള് റേഷൻ കാർഡ്, അർഹതപ്പെട്ടതല്ലാത്ത റേഷൻ കാർഡ് വെച്ചിരുന്നു കഴിഞ്ഞാൽ കേസ് അറിയാലോ, ഫൈൻ അറിയാലോ, 1 ലക്ഷം രൂപയെങ്കിലും ഫൈൻ കിട്ടും. അപ്പൊ രേണുവിന് എത്രയും പെട്ടെന്ന് അടുത്തൊരു കേസും കൂടെ വരാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അർഹതപ്പെട്ട ശരിക്കും ഒരു BPL-കാരന് കിട്ടേണ്ട റേഷൻ കാർഡാണ് രേണു വെച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. രേണു 3 ലക്ഷം വരുമാനം ഈ പറയുന്ന ഒരു സബ്സ്ക്രിപ്ഷനിൽ മാത്രമാണ്. ആൽബത്തിൽ നിന്ന് കിട്ടുന്ന വരുമാനം വേറെ, ഇനോഗ്രേഷനിൽ കിട്ടുന്ന വരുമാനം വേറെ, യൂട്യൂബ് മറ്റ് കൊന്തളിപ്പിന്ന് കാണിക്കുന്ന വരുമാനം വേറെ, അഡ്വർടൈസ്മെന്റിൽ നിന്ന് കാണിക്കുന്ന വരുമാനം വേറെ. സോ ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം സബ്സ്ക്രിപ്ഷനിൽ നിന്ന് മാത്രം 36 ലക്ഷം രൂപ കിട്ടുന്നുണ്ടെങ്കിൽ പെർ ഇയർ രേണുവിന് ഒരു വർഷം എങ്ങനെ പോയാലും ഒരു 75 ലക്ഷം അല്ലെങ്കിൽ 1 കോടി അടുത്ത് വരുമാനം ഉണ്ടാവും. നമ്മുടെ നാട്ടില് അതൊക്കെയായിരുന്നു ദാരിദ്ര്യരേഖ. ഇവിടെ അങ്ങനെയൊക്കെയാണെങ്കിൽ ഞാൻ കൊടും ദരിദ്രൻ.